ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതി കരയറ്റാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, നമ്മുടെ പ്രയോറിറ്റികളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 6:21. AD 50-നും 60-നും ഇടയിൽ യേശുവിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ മത്തായി എഴുതിയതാണ് ഈ സുവിശേഷം. ഒരു മുൻ നികുതി പിരിവുകാരൻ എന്ന നിലയിൽ പണത്തിൻ്റെയും ഭൗതിക സമ്പത്തിൻ്റെയും മൂല്യത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന മത്തായിയാണ് യേശുവിൻ്റെ മനോഹരമായ വാക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. യേശുക്രിസ്തു ഗലീല കടലിന്റെ തീരത്തുള്ള ഒരു മലഞ്ചെരുവിൽ വെച്ച് ജനക്കൂട്ടത്തോട് സംസാരിച്ച അഥവാ മലപ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണിത്. അന്നത്തെ റോമൻ ഭരണത്തിന് കീഴിൽ തങ്ങളുടെ നാളെയെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഒരുപാട് ആകുലപ്പെട്ടിരുന്ന വലിയൊരു ജനക്കൂട്ടത്തോട് യേശുക്രിസ്തു സംസാരിക്കുകയാണ്. മനുഷ്യൻ എന്തിൻ്റെയൊക്കെ പുറകെയാണ് ഓടേണ്ടത്, എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് ഞാൻ നിക്ഷേപിക്കും എന്നാണ്. എന്നാൽ യേശു ഇവിടെ ആ ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തുകയാണ്. നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സമയം എവിടെയാണ് ചെലവാകുന്നതെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചിന്തകൾ എവിടെയാണ് കൂടുതൽ പോകുന്നത് എന്ന് നോക്കിയാൽ മതി. നമ്മുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. യേശു പറയുന്നത് വളരെ ലളിതമാണ്. നാം ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം പഠനമാണെങ്കിൽ അവൻ്റെ മനസ്സ് പഠനത്തിലായിരിക്കും. ഒരു കായിക താരത്തിൻ്റെ ലക്ഷ്യം വിജയമാണെങ്കിൽ അവൻ്റെ ശ്രദ്ധ പരിശീലനത്തിലായിരിക്കും. അതുപോലെ ജീവിതത്തിൽ നാം എന്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നുവോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. അതിൻ്റെ പിന്നാലെ നാം പോകും. യേശു പറയുന്നു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അതായത് നമ്മൾ എവിടെയാണോ നമ്മുടെ സമയവും പണവും ഊർജവും കൂടുതൽ ചെലവഴിക്കുന്നത് അങ്ങോട്ട് നമ്മുടെ ഹൃദയം തനിയെ പോയിക്കൊള്ളും. ഇവിടെ നിക്ഷേപം എന്ന് പറയുന്നത് വെറും പണമല്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സമയം, നമ്മുടെ ശ്രദ്ധ ഇവയൊക്കെയാണ്. ഇന്ന് ലോകം നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ സ്വന്തമാക്കുക, കൂടുതൽ പ്രസിദ്ധനാകുക, എല്ലാവരുടെ മുമ്പിൽ വലിയവനാകുക. ഇവ തെറ്റാണെന്ന് യേശു പറഞ്ഞില്ല. പക്ഷേ അവ ജീവിതത്തിന്റെ കേന്ദ്രമാകരുത് എന്ന് പഠിപ്പിച്ചു. കാരണം പണം നഷ്ടപ്പെടാം, പദവി നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം, ആരോഗ്യം നഷ്ടപ്പെടാം, സൗന്ദര്യം നഷ്ടപ്പെടാം. പക്ഷേ നല്ല സ്വഭാവം, വിശ്വാസം, സ്നേഹം, കരുണ, ദൈവബന്ധം ഇവയാണ് യഥാർത്ഥ നിക്ഷേപങ്ങൾ. നാം ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിക്ഷേപിക്കുന്നത്? കോപമോ, അതോ അസൂയയോ, അതോ ഭയമോ, അതോ വെറുപ്പോ, അല്ലെങ്കിൽ വിശ്വാസമോ, പ്രത്യാശയോ, സ്നേഹമോ? നാം ഏത് വിത്താണ് വിതയ്ക്കുന്നത് അതിൻ്റെ ഫലമാണ് പിന്നീട് കൊയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപം എന്താണ്? നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ്, ഒരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ കുടുംബമോ, നമ്മുടെ വിശ്വാസമോ, നമ്മുടെ സ്വപ്നങ്ങളോ, നാമും ദൈവവുമായിട്ടുള്ള ബന്ധമോ? അതിനെ സൂക്ഷിക്കൂ, അതിന് സമയം നൽകൂ, അതിന് ശ്രദ്ധ നൽകൂ. കാരണം ഹൃദയം പിന്തുടരുന്നതാണ് നാം വിലമതിക്കുന്ന കാര്യങ്ങൾ. യേശുവിൻ്റെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിജയത്തെക്കാൾ മൂല്യങ്ങൾ പ്രധാനമാണെന്നാണ്. സമ്പത്തിനേക്കാൾ സ്വഭാവം പ്രധാനമാണ്. പ്രശസ്തിയേക്കാൾ വിശ്വാസത പ്രധാനമാണ്. ഭൗതിക നേട്ടങ്ങളെക്കാൾ ആത്മീക സമ്പത്ത് പ്രധാനമാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? കാരണം നമ്മുടെ ഭാവിയുടെ ദിശ അതാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൽ നിക്ഷേപിക്കൂ, നല്ല ബന്ധങ്ങളിൽ നിക്ഷേപിക്കൂ, സ്നേഹത്തിൽ നിക്ഷേപിക്കൂ, നന്മയിൽ നിക്ഷേപിക്കൂ. അവനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപമാക്കി മാറ്റുക. കാരണം ഈ ലോകത്തിലെ സകല നിക്ഷേപങ്ങളും ഒരു നാൾ നശിച്ചു പോകും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത
യഥാർത്ഥ നിക്ഷേപം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 4:14-6 പറയുന്നത് പോലെ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും തകരാത്ത സ്വർഗീയ സമാധാനത്താൽ നിറയും. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്താലും സമാധാനത്താലും നിറയും. ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ നയിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ എത്തിയും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ സുപ്രഭാതത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രമിക്കുന്ന ഏവരെയും, ഈ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഏവരെയും ഈ നിമിഷത്തിൽ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചിറകിൻ മറവിൽ അവരെ മറക്കണമേ കർത്താവേ. ഞങ്ങളുടെ നിക്ഷേപം നിന്നിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റി പുതിയൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവേ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ആഗ്രഹമുള്ളതല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളിലുള്ള പാപങ്ങൾ കാരണം ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി അടിയങ്ങളിൽ ജീവിച്ചു പോകുന്നു കർത്താവേ. പലപ്പോഴും നിന്നെ ശ്രവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ ഈ ദിവസത്തെ, ഈ സമയത്തെ നിന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ പരിശോധിച്ച് ഞങ്ങളുടെ കുറവുകളെ നീ നികത്തണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായി നിന്നിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായി നിന്നിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മുഴുവൻ നിക്ഷേപവും നീ നൽകിയിട്ടുള്ളതാണ്. നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല കർത്താവെ. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പങ്കാളിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കൂട്ടുകാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ചാർച്ചക്കാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ദേശത്തെ സമർപ്പിക്കുന്നു, ഈ ലോകത്തെ മുഴുവനുമായി സമർപ്പിക്കുന്നു. വ്യക്തിപരമായി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചിറകിൻ മറവിൽ എല്ലാവരെയും മറക്കണമേ കർത്താവേ. നിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവരുടെ സകല ആവശ്യങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ അഭിഷേകം ചെയ്യണമേ. സന്തോഷ സമാധാനം ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമേ. ഒരു സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റണമേ. നിന്റെ ചെറിയ മറവിൽ അവരെ മറച്ചു കൊള്ളണമേ. എത്ര വലിയ ആഗ്രഹമായിരുന്നാലും, എത്ര വലിയ പ്രതിസന്ധി ആയിരുന്നാലും കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ചോദിച്ചതെല്ലാം നീ നൽകി പരിപാലിച്ചവനാണ് കർത്താവെ നീ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ അറിയുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു നീ, എന്നാൽ ഞങ്ങൾക്കെല്ലാം നൽകി ഞങ്ങളെ പരിപാലിച്ചു. രോഗികളായിരുന്നു, നീ സൗഖ്യം തന്നു. പ്രയാസങ്ങളിലായിരുന്നു, സന്തോഷം നൽകി. കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ ചെറിയ മറവിൽ നീ അനുഗ്രഹിക്കണമേ. സകല അന്ധകാര ശക്തികളിൽ നിന്നും വിടുതൽ നൽകി നിന്റെ തൃപ്പാദത്തിൽ അവർ സംരക്ഷിച്ചു വരണമേ. ശിഷ്ടജീവിതം നിന്റേതായിരിക്കാൻ തക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ നൽകി എല്ലാവർക്കും ഹൃദയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഇനിയുള്ള ജീവിതം മുഴുവനും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിക്ഷേപം നീ മാത്രമാകുന്നു കർത്താവെ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴിയെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ അവർക്കും കൂടെ ആ അനുഗ്രഹം കിട്ടട്ടെ. താങ്ക് യു.